വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മൾ പഴനി പോവാണ്. അപ്പോൾ സമയം 8 മണിയായിട്ടോ. നമ്മൾ അരമണിക്കൂറായിട്ട് നിൽക്കുകയാണ്. പാവം എല്ലാവരും ടെൻഷനായി. ഞങ്ങളതുപോലെ ബസ്സിൽ എവിടെയും പോയിട്ടില്ല. ഫസ്റ്റ് യാത്രയാണ്. നമുക്ക് നോക്കാം അങ്ങനെ ഉണ്ടാകുന്നു. വികിൽ ബസ്സിലേ വരില്ല. വികിൽ ബസ്സിലേ വരാത്ത ആളാണ്. നമുക്ക് നോക്കാം ഗൈസ്. ഞങ്ങൾ ലിഫ്റ്റ് ചോദിച്ചിട്ട് ഒരു കാർ എത്തിയിട്ട് ഗൈസ്. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ 9 കിലോമീറ്ററാണ് കൊഴിഞ്ഞാമ്പറയ്ക്ക്. ഇപ്പോൾ കൊഴിഞ്ഞാമ്പറ പോയിട്ട് നമുക്ക് കാണാം. അത് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാൻ നോക്കാം. ഇനി നമ്മളിവിടെ കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പോകുള്ളൂ കേട്ടോ. എന്താ വികിലേ നമുക്ക് കഴിച്ചിട്ട് ഇനി ബസ് കയറാൻ നോക്കാം. ബസ് 10 മണി വരെ ഉണ്ടെന്നാണ് കേട്ടത്. ഗൈസ് പൊറോട്ട വന്നിട്ടാ ഇവർക്ക് രണ്ടുപേർക്കും. സാമിയും പൊറോട്ടയാണ്. മുട്ടയിടാത്ത പൊറോട്ടയാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് രണ്ടുപേരും മേടിച്ചു. നമുക്ക് റോസ്റ്റാണ് പറഞ്ഞേക്കാം. നമുക്ക് ദോശ വന്നു ഗൈസ്. റോസ്റ്റ് ഫ്രണ്ട്സ്, നമ്മളിവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരുപാട് നേരം കൊഴിഞ്ഞാമ്പറ ബസ് സ്റ്റാൻഡിൽ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ. ഏകദേശം ഒരു 3/4 മണിക്കൂർ അപ്പോഴാണ് ബസ് കിട്ടിയത്. ബസ് നേരെ പൊള്ളാച്ചിക്കാണ് കിട്ടിയത്. നമ്മൾ പൊള്ളാച്ചിയിൽ നിന്നാണ് പഴനിക്ക് പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ പൊള്ളാച്ചി ബസ് സ്റ്റാൻഡെത്തി. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ പഴനി പോകേണ്ടത്. അതിനിടയ്ക്ക് ഞങ്ങൾ ബാത്റൂമിലൊക്കെ കയറി. എൻ്റെ അമ്മ ബാത്റൂമൊന്നും കയറി പൈസ കൊടുത്തിട്ടാണ് പോകുന്നത്. എന്നാലും അങ്ങനെ പോകാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ആയിരുന്നു. ഇവിടുത്തെ ബാത്റൂമിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ ഇത് ഒരെണ്ണം വൃത്തിയുണ്ട്, ബാക്കി ഒന്നും എടുക്കാൻ പറ്റില്ല ഗൈസ്. ഫുള്ള് പഴനി പോകാനുള്ള തിരക്കാണ്. അങ്ങനെ അരമണിക്കൂറോളം കുറേ ബസ്സുകൾ തടഞ്ഞു. എല്ലാത്തിനും ഫുള്ള് സീറ്റിംഗ് ആയതുകൊണ്ട് നമുക്ക് നിൽക്കാനുള്ള സ്ഥലമില്ല. പിന്നെ ശരി നിന്നിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ച അവസാനം ബസ്സിൽ കയറി. അതിനിടയ്ക്കാണ് വികിൻ്റെ പേഴ്സ് പോയത്. വികിൻ്റെ പേഴ്സ് ആരും അടിച്ചിട്ട് പോയി ഗൈസ്. തിരക്കിലായിരുന്നു. പക്ഷേ തിരക്കിൽ പേഴ്സ് അടിച്ചു ഗൈസ്. അല്ലേ ചക്കാട്ട മോന്തയൊക്കെ മാറി ഭ്രാന്തരെ പോലെ ഇരിക്കുകയാണ്. നമ്മളങ്ങനെ പൊള്ളാച്ചിയിൽ നിന്ന് പഴനി കയറിയത് കറക്റ്റ് 10:30 11-12 മണിയൊക്കെ ആകുമ്പോഴത്തേന് കറക്റ്റായിട്ട് ഒരു 1.5 മണിക്കൂറിനുള്ളിൽ പഴനി എത്തി. പഴനി ബാക്ക് സൈഡാണ് നമ്മളെ കൊണ്ട് ഇറക്കിയത്. സത്യം പറഞ്ഞാൽ നമ്മൾ വഴിയേറിയതാണ് കേട്ടോ ബാക്കിൽ ഇറങ്ങിയത്. നമ്മൾ ഇവിടെ നിന്ന് ഒരുപാട് കിലോമീറ്റർ അങ്ങോട്ട് പോകണം. പിന്നെ നമ്മൾ അവസാനം അവിടെ നിന്ന് വേറെ ബസ് കയറേണ്ട അവസ്ഥ എല്ലാവരുടെ ചോദിച്ചപ്പോൾ അതാണ് ഫ്രണ്ടേജ് അവിടെയാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ നിന്ന് ബസ് കയറി മുമ്പിലേക്ക് പോകാൻ റെഡിയായി. അങ്ങനെ നമ്മൾ പഴനി ബസ് സ്റ്റാൻഡ് എത്തിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ പഴനി എത്തി ഒരുപാട് ദൂരം നടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 മണിക്കൂറോളം നടന്നു. ആകെ എല്ലാവരും ശരിക്കും ടയേർഡായി. ഞങ്ങൾ നടക്കുകയാണ് ഗൈസ്. ഞങ്ങൾക്ക് റൂം കിട്ടാതെ ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പഴനി വന്ന് എന്തായാലും 300 രൂപ 600 രൂപ ആ ഒരു റേഞ്ചിലെ റൂം കിട്ടുക. പക്ഷെ അന്ന് തൈപ്പോയി ആയതുകൊണ്ട് തന്നെ വേണ്ട റൂം കിട്ടാതെ അവസാനം 3000 രൂപ ആ ഒരു റേഞ്ചിലെ റൂമൊക്കെ എടുത്തിട്ട് ഫൈനലി നമ്മൾ പഴനി റൂം എടുത്ത് ഗൈസ്. വേറെ വഴിയില്ലാണ്ടായി. വികലിനൊക്കെ വെയ്യാണ്ടായി കരഞ്ഞിട്ടാണ് ഇപ്പോൾ റൂം എടുത്തത്. ബാത്റൂമിലൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്താ പറയുക, നമ്മൾ പേ ചെയ്തിട്ട് പോകുന്ന ബാത്റൂം ആണെങ്കിലും പറ്റില്ല. അത്രയും വൃത്തിയുണ്ട് ബാത്റൂം. അത് വലിയ കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ നമുക്ക് രാവിലെ ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകണം കേട്ടോ. നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യാൻ പോകണം. നമ്മൾ നേരെ മല കയറാൻ പോകണം. അപ്പോൾ തൈപ്പോയൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ കാവടിയാട്ടം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അല്ലാണ്ട് ഒരുപാട് തിരക്കായിരുന്നു. നടന്ന് ഇനി മല കയറേണ്ട ഒരു കടമ കൂടെ നമുക്ക് ബാക്കിയുണ്ട്. ഞങ്ങൾ തിരക്കി നിൽക്കുകയാണ്. നമ്മൾ പടി കയറാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ തിരക്ക് കാണിച്ചു. ഒരുപാട് നേരം നടന്ന് ഒരു 6-7 മണിക്കൂറൊക്കെ നമ്മൾ ലൈനിൽ നിന്ന് ദർശനം കണ്ട് പഴനീൻ്റെ മുമ്പിലെത്തി. അപ്പം ഇനി അടുത്ത് എല്ലാവർക്കും ഭയങ്കര വിശപ്പാണ്. അപ്പോൾ നമ്മളവിടെ അന്നദാനമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് അവിടേക്ക് പോകാം. സ്പീഡൊക്കെ കഴിക്കാൻ ഞാനിവിടെ
വൈകിട്ട് 6 മണിക്ക് ശേഷമായാലും നമ്മൾ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും സമയമായി, നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം എന്നുള്ള ഞങ്ങൾക്ക് ബസ്സില്ല. പൊള്ളാച്ചിയിൽ നിന്ന് അങ്ങോട്ടേക്ക് ഞങ്ങൾക്ക് ബസ്സില്ല, അതുകൊണ്ട് വേഗം നമ്മൾ ഇറങ്ങാൻ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ അടിവാരം എത്തിയിട്ടാണ്, താഴെ എത്തി. നമ്മൾ നേരെ പോകുന്നത് ഹൈവേയിലേക്കാണ്. അവിടെ നമ്മുടെ ഒരു അറിയുന്ന ആൾ ലോറിയായിട്ട് വരുന്നുണ്ട്, നമ്മുടെ പഴനിമലേട്ടൻ ഗൈസ്. അപ്പോൾ നമ്മൾ ഹൈവേയിൽ കൂടെ വരികയാണ്. നമുക്ക് വണ്ടി ബസ്സൊന്നുമില്ല, അപ്പോൾ അത് കിട്ടാണ്ട് ഹൈവേയിൽ കൂടെ വന്നു. അവസാനം നമുക്കൊരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, ലോറി. ഇന്നത്തെ യാത്ര നമ്മുടെ ലോറിയിലായിരിക്കും ഗൈസ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ നിർത്തിയിരിക്കുകയാണ് ഗൈസ്. വീട്ടിൽ ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ലോറിയിലിരുന്ന് വരുന്ന ഫീല് വേറെ ഫീലാണ് അല്ലേ? ഇതിലെ അടിപൊളി ഫീലായിരുന്നു. അത് നോക്ക്, ഫ്രണ്ടിൽ ഇരുന്നിട്ട് നമ്മൾ ഓടിച്ചില്ല. ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ വരാ. ബാബ എടുത്തിട്ടോ നമ്മളപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കാൻ പോകണ്ടത്. നമ്മളിന്ന് കഴിക്കാൻ പോകുന്ന സ്ഥലമാണ് താഴെ ഇരുന്നിട്ട്. ഹൈവേൻ്റെ സൈഡ് ഗൈസ്, ഹൈവേൻ്റെ സൈഡ്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഇവിടുന്ന് വീട്ടിലേക്ക് യാത്രയാവാൻ പോവാണ്. അങ്ങനെ ഏകദേശം 2 മണിക്കൂറൊക്കെ നമ്മൾ 2-2.5 മണിക്കൂറൊക്കെ ആയി. നമ്മൾ എല്ലാവരും ലോറിയിൽ ഉറങ്ങിപ്പോയി, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഡ്രൈവർ തലയാണ് നമ്മളിവിടെ ഇറങ്ങാൻ പോകണ്ടേ. അപ്പൊ ശരി, ബൈ ബൈ ടോളെ, കാണാം. ഇറങ്ങല്ലേ? അപ്പൊ ശരി, കാണാം. ശരി, ബൈ ബൈ. നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി ഗൈസ്. ആരുമില്ല. നമ്മൾ ഇന്നലെ അവിടെ നിന്ന് കയറി, നമ്മൾ വീണ്ടും അവിടെ തന്നെ എത്തി. നടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വ്ളോഗിൽ കാണാം. ഓക്കെ, ബൈ.